കാലവർഷ മേഘങ്ങൾ ആൻഡമാൻ കടൽ തൊട്ടു. ഇന്നു മുതൽ കേരളത്തിൽ മൺസൂൺ പൂർവ്വകാല മഴ ലഭിച്ചു തുടങ്ങും. തൊട്ട് പിന്നാലെ തന്നെ മൺസൂണും എത്തുമെന്നാണ് പ്രവചനം. ആൻഡമാനിൽ എത്തിയ ശേഷം 2 ആഴ്ചക്കകമാണ് കാലവർഷക്കാറ്റ് കേരള തീരം തൊടാർ. 12 ദിവസമാണ് സാധാരണ ഇടവേള. ഇത് പ്രകാരം ഒരാഴ്ച മുൻപ് മഴക്കാലം തുടങ്ങുമെന്നാണ് പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത്. മെയ് 13 തന്നെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ഇന്ത്യൻ മേഖലയിലെ തുടക്കമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. തെക്കൻ ആൻഡമാൻ കടൽ, തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളുടെ ഭാഗങ്ങളിലും മഴക്കാറ്റ് തൊട്ടു. ഈ നിലയിൽ മെയ് 27 തന്നെ കാലവർഷക്കാറ്റ് കേരളം തൊടണം. ഈ നൂറ്റാണ്ടിൽ ഇതുവരെയുള്ള വർഷങ്ങളിൽ മൺസൂൺ ഏറ്റവും നേരത്തെ എത്തിയത് 2004 ആയിരുന്നു. അന്ന് മെയ് 18 കാലവർഷം കേരളത്തിലെത്തി. ഇതര ഘടകങ്ങളുടെ സ്വാധീനമുണ്ടായാൽ മെയ് 27 എന്നത് ഒരാഴ്ച മുന്നോട്ടോ പിന്നോട്ടോ മാറിയാവും എത്തുക. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടാവുന്ന ന്യൂനമർദ്ദം ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്ന് വടക്കു പടിഞ്ഞാറൻ ദിശയിൽ ഭൂമധ്യരേഖ കടന്ന് കിഴക്കോട്ട് വീശുന്ന കാറ്റ്, ഇതെല്ലാം സ്വാധീനിക്കാവുന്ന ഘടകങ്ങളാണ്. ഇന്നു മുതൽ ഒറ്റപ്പെട്ട മഴയാണ് കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രതീക്ഷിക്കേണ്ടത്. മെയ് 20 മുതൽ കേരളത്തിൽ കൂടുതൽ ജില്ലകളിൽ മഴ സജീവമാകും. 20-നും 26-നും ഇടയിൽ കേരളത്തിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യത. ഇന്നു മുതൽ മഴ പല ജില്ലകളിലായി ലഭിച്ചു തുടങ്ങുമെങ്കിലും കേരളത്തിൽ ചൂടിന് കുറവ് പ്രതീക്ഷിക്കാനാവില്ല. എല്ലാ ജില്ലകളിലും പകൽ കൂടിയ ചൂട് തുടരും. സാധാരണഗതിയിൽ ജൂൺ 1 മുതലാണ് കേരളത്തിൽ കാലവർഷം എത്തിയിരുന്നത്. ഈ പരമ്പരാഗത ധാരണ തെറ്റിച്ചാണ് കഴിഞ്ഞ 25 വർഷമായി മഴ എത്തിയത്. ഇടവപ്പാതിയിൽ ഇടവം പകുതിയാകുന്നതിന് മുൻപ് തന്നെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ന കാലവർഷം പെയ്തു തുടങ്ങി. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.